വളരെ ബലസിദ്ധിയുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടുത്തെ മഞ്ഞപ്പട്ട് സമർപ്പിക്കലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മൾ ഉള്ളിൽ പേടിച്ചു. പക്ഷേ ഈ പുള്ളിയുടെ ഈ അഭിപ്രായം കൊണ്ട് ആശാര്യം പറഞ്ഞു, ആശാര്യ സഹായം പറഞ്ഞു, അത് കുഴപ്പമില്ലാതെ നമ്മൾ ഭഗവാനെ സഹായിച്ചോളൂ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഗ്രഹം കിട്ടണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ കാലടി കാഞ്ഞൂരിനടുത്ത് ആറങ്കാവ് എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ആറങ്കാവ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. പ്രകൃതിരമണീയമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ക്ഷേത്രസന്നിധി ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറങ്കാവ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ആറങ്കാവ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം അതിപുരാതനമായ ഒരു ചെറിയ ക്ഷേത്രമാണ്. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ചതുര ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി വണരുളുന്ന ബാലമുരുകനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പ്രധാന പ്രതിഷ്ഠയല്ലാതെ ഈ ക്ഷേത്രത്തിൽ മറ്റു ഉപപ്രതിഷ്ഠകളൊന്നും തന്നെയില്ല. അതിമനോഹരമായ പെരിയാർ നദിയുടെ തീരത്ത് കിഴക്കോട്ട് ദർശനമായി പെരിയാറിനെ നോക്കി നിൽക്കുന്ന ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി വാണരുളുന്ന കേരളത്തിലെ ഏക മുരുകക്ഷേത്രമാണ് ആറങ്കാവ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി എന്ന് കേൾക്കുമ്പോൾ ഏതൊരു ഭക്തൻ്റെയും മനസ്സിൽ മയിൽ വാഹനത്തിൽ വേലേന്തി നിൽക്കുന്ന ശ്രീമുരുകനെയാണ് ആദ്യം ഓർമ്മ വരിക. എന്നാൽ ഈ ആറങ്കാവ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിനകത്ത് വണരുളുന്ന ശ്രീമുരുകൻ്റെ കയ്യിൽ തൻ്റെ ആയുധമായ വേലില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ പ്രത്യേകത കൊണ്ടും സവിശേഷത കൊണ്ടും വേല ആയുധധാരിയല്ലാത്ത ശ്രീ സുബ്രഹ്മണ്യൻ പ്രധാന ശ്രീകോവിലിനകത്ത് വണരുളുന്ന ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏക ക്ഷേത്രമായിരിക്കാം ഈ ആറങ്കാവ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിനകത്ത് വാണരുളുന്ന ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി തൻ്റെ ഇടം കൈ എളിയിൽ വച്ച് വലതു കൈയിൽ ചെറിയൊരു വെറ്റിലച്ചലവും പിടിച്ച് സുന്ദരരൂപനായി സന്തോഷഭാവത്തിൽ നിൽക്കുന്ന ബാലസുബ്രഹ്മണ്യസ്വാമിയാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ ബാലസുബ്രഹ്മണ്യസ്വാമിയുടെ വലതു കൈയിൽ ഈ വെറ്റിലച്ചെല്ലം വന്നത്? ആ ഐതിഹ്യ കഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം. ആറങ്കാവ് സുബ്രഹ്മണ്യസ്വാമി പെരിയാറിനെ നോക്കിയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ. ഈ പെരിയാറിൻ്റെ അങ്ങേക്കരയിൽ ആര്യംപാറ എന്നു പേരുള്ള ഭീമാകാരനായ ഒരു പാറയുണ്ട്. ഈ ഭീമാകാരനായ പാറ ഹനുമാൻ സ്വാമി പണ്ട് സേതുബന്ധനത്തിനായി കൊണ്ടുപോയതാണ്. ഹനുമാൻ അങ്ങനെ പാറയുമായി പോയ സമയം ഈ പെരിയാറിൻ്റെ തീരത്തെത്തിയപ്പോൾ ആ പാറ അവിടെ ഇറക്കി വെച്ച് കുറച്ച് സമയം വിശ്രമിച്ചു. വിശ്രമത്തിന് ശേഷം അദ്ദേഹം പാറ ഉയർത്താൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പാറ ഉയർത്താൻ പോയിട്ട് ഒന്ന് അനക്കുവാൻ പോലും സാധിച്ചില്ല. ആ പാറ അങ്ങനെ ഈ പെരിയാർ നദിയുടെ തീരത്ത് ഉറച്ചുപോയി. അതോടുകൂടി പെരിയാർ നദിയുടെ ഗതി മാറുകയും വരണ്ടു കിടന്ന പല പ്രദേശങ്ങളും ജലസമൃദ്ധി കൊണ്ട് വളരെ മനോഹരമാവുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ സ്ഥലങ്ങളിലെല്ലാം ഈശ്വര ചൈതന്യം ഉടലെടുത്തു. ഈ ചൈതന്യങ്ങളെല്ലാം പല സന്യാസിമാരും മുനിശ്രേഷ്ഠന്മാരും ഉപാസിക്കുവാനും തുടങ്ങി. അതോടുകൂടി അങ്ങനെ പെരിയാർ നദിയുടെ ചൈതന്യം വർദ്ധിക്കുകയും പെരിയാർ നദി പുണ്യനദിയായി ഒഴുകുകയും ചെയ്തു. അങ്ങനെ ഒരു നാൾ ഒരു നട്ടുച്ച നേരത്ത് പെരിയാറിൻ്റെ തീരത്തുള്ള ഈ ആര്യംപാറയുടെ പാറയിടുക്കുകളിൽ നിന്നും ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ ഇറങ്ങി വന്നു. ആ ഉഗ്രസർപ്പങ്ങൾ തങ്ങളുടെ വിഷം കൊണ്ട് ഈ പെരിയാർ നദിയെയും ഈ ആറങ്കാവ് ദേശത്തെയും വിഷമയമാക്കാൻ ശ്രമിച്ചു. അന്ന് ആറങ്കാവ് ദേശത്തിൻ്റെ ദേവതയായ ആറങ്കാവ് ഭഗവതി ഉച്ചയൂണും കഴിഞ്ഞ് തൻ്റെ വെറ്റിലച്ചെല്ലം അരികിൽ വെച്ച് പെരിയാറിലേക്ക് നോക്കിയിരുന്ന് മുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവതി സർപ്പങ്ങളുടെ ഈ പ്രവൃത്തി കണ്ടതും ഒട്ടും മടിച്ചില്ല.
തൻ്റെ വെറ്റിലച്ചെല്ലമെടുത്ത് ഒറ്റയേറ്. ആ ശക്തമായ ഏറിൽ ചില സർപ്പങ്ങൾ കൊല്ലപ്പെട്ടു, ചില സർപ്പങ്ങളാകട്ടെ പാറയിടുക്കിൽ മറയുകയും ചെയ്തു. അപ്പോൾ അതുവഴി വന്ന ബാലമുരുകൻ ഭഗവതിയുടെ ആക്രമണം കണ്ട് സന്തോഷവാനായി ഭഗവതിയുടെ അരികിലെത്തി. അമ്മ എന്തായുധമാണ് സർപ്പങ്ങളെ തുരത്താൻ ഉപയോഗിച്ചത് എന്നറിയാൻ മുരുകന് കൗതുകമായി. മുരുകൻ ഭഗവതിയോട് ചോദിച്ചു, അമ്മേ, അമ്മ എന്ത് ആയുധമാണ് ഈ സർപ്പങ്ങളെ തുരത്താൻ ഉപയോഗിച്ചത്? ആ ആയുധം എനിക്ക് തരാമോ? ഞാൻ അമ്മയെ സർപ്പങ്ങളെ തുരത്താൻ സഹായിക്കാം. അത് കേട്ട ഭഗവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആയുധം ഞാൻ തരാം, പക്ഷേ ഈ സർപ്പങ്ങളെ മുഴുവൻ തുരത്തിയിട്ടേ നീ ഇവിടുന്ന് പോകാവൂ. അതുമാത്രമല്ല, ഈ ഉഗ്രവിഷമുള്ള സർപ്പങ്ങളുടെ വിഷം ഈ പെരിയാറിൽ കലരുവാനും നീ അനുവദിക്കരുത്. അങ്ങനെ ഭഗവതിയുടെ നിർദ്ദേശം മുരുകൻ ശിരസാവഹിച്ചു. ഭഗവതി തൻ്റെ മനോഹരമായ ചെറിയ വെറ്റിലച്ചെല്ലം ആയുധമായി മുരുകന് നൽകി. അങ്ങനെ ആറങ്കാവ് ഭഗവതി നൽകിയ വെറ്റിലച്ചെല്ലം ആയുധമായി പിടിച്ച് ഉഗ്രസർപ്പങ്ങളെ നിഗ്രഹിക്കുവാനായി നിൽക്കുന്ന ബാലമുരുകനാണ് ഈ ആറങ്കാവ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. അന്ന് ഉഗ്രസർപ്പങ്ങളെ നിഗ്രഹിക്കുവാനും തുരത്തുവാനും പെരിയാറിൻ്റെ തീരത്തുള്ള സർവ്വ ഈശ്വരന്മാരും വന്നെത്തിയെങ്കിലും പിന്നീട് ആറങ്കാവ് ഭഗവതിക്ക് ഭഗവാൻ നൽകിയ വാക്ക് ശിരസാ വഹിച്ചുകൊണ്ട് ഇന്നും പെരിയാർ നദിക്കരയിൽ അതിചൈതന്യത്തോടെ ശ്രീമുരുകൻ ഇവിടെ നിലയുറപ്പിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നു. ഈ സുബ്രഹ്മണ്യനെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തനും സർപ്പസംബന്ധമായ ദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുമാത്രമല്ല, സത്സന്താന ലബ്ധിക്കും ഈ മുരുകദർശനം അത്യുത്തമമാണ്. കൂടാതെ 30 ചൊവ്വാഴ്ചകളിൽ അല്ലെങ്കിൽ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയിൽ 12 മാസം മുരുകന് മഞ്ഞ ഉടയാട സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ഏതൊരാഗ്രഹവും സാധിക്കുമെന്നാണ് വിശ്വാസവും അനുഭവവും. ആറങ്കാവ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ പാൽപ്പായസം, പാലഭിഷേകം, വെള്ളനേദ്യം, തിരുമധുരം നേദ്യം എന്നിവയാണ്. പിന്നെ ഇവിടെ മഞ്ഞപ്പട്ട് ചാർത്തുന്നത് കാര്യസിദ്ധിക്ക് വളരെ ഉത്തമമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇത് ധാരാളം ആൾക്കാർക്ക് ഇതിൻ്റെ ഫലസിദ്ധി ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കന്നിമാസത്തിൽ ചതയമാണ് ഇപ്പോൾ പ്രതിഷ്ഠാ ദിനമായിട്ട് ഇവിടെ ആചരിച്ചു വരുന്നത്. പിന്നെ ചൊവ്വ, ഞായർ ദിവസങ്ങൾ, പിന്നെ സുബ്രഹ്മണ്യൻ്റേതായ മറ്റ് വിശേഷ ദിവസങ്ങളിലെല്ലാം ഇവിടെ പ്രത്യേക ആചരണങ്ങളും ഭക്തജനങ്ങളും വന്ന് ചേരുന്നുണ്ട്. പിന്നെ ഓണം, വിഷു തുടങ്ങിയ പ്രധാന ദിവസങ്ങളിലും പ്രത്യേക വഴിപാടുകളും എല്ലാം നടത്തി പോരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് ചുറ്റും ഹിന്ദുക്കളുടെ വീടുകൾ വളരെ കുറവാണ്. അത് കാരണം ഒരു ഒറ്റപ്പെട്ട കാരണം പണ്ട് കാലങ്ങളിൽ ഇവിടെ കുറവായിരുന്നു ഭക്തജനങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിയിട്ട് ഇവിടെ യാത്രാ സൗകര്യവും ഇപ്പോൾ വണ്ടികളൊക്കെ കൂടിയ കാരണം ആൾക്കാർ ഇവിടെ ധാരാളം എത്തി വഴിപാടുകൾ കഴിച്ച് തൃപ്തി അടഞ്ഞു പോകുന്നുണ്ട്. പെരിയാറിൻ്റെ കരയിൽ ഇത്ര മനോഹരമായ ഒരു പ്രകൃതി സൗന്ദര്യത്തിലിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. പക്ഷേ ഇവിടെ പണ്ട് കാലങ്ങളിൽ ഇവിടെ ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്ന ആൾക്കാർക്ക് എത്തിപ്പെടാനും എല്ലാം ബുദ്ധിമുട്ട് കാരണം ഈ സങ്കേതം മറ്റൊരു ദിക്കിലേക്ക് മാറ്റാനുള്ള ആലോചന വന്നെങ്കിലും ഇവിടുത്തെ ചൈതന്യം ഇവിടെ നിന്ന് മാറാതെ ഇവിടെ തന്നെ കാലാതിവർത്തി നിലകൊള്ളും എന്ന് കണ്ടതിനാൽ അത് പിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ ആ ചൈതന്യം ഇപ്പോഴും ഇവിടെ കാലാതിവർത്തിയായിട്ട് എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞ് നിലനിൽക്കുകയാണ്. ശ്രീ ആറങ്കാവ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ദിവസം ചൊവ്വാഴ്ചയാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച. അതുപോലെ ഞായറാഴ്ചയും കൂടുതൽ ഭക്തന്മാർ എത്തുന്നുണ്ട്. പിന്നെ ഷഷ്ടി ദിവസങ്ങൾ, എല്ലാ മാസത്തിലും ഷഷ്ടി പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ. കൂടാതെ വിഷു, ഓണം, ദീപാവലി, പൂജവെപ്പ് എന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളുമുണ്ട്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിലെ പ്രതിഷ്ഠാ ദിനം, മകരമാസത്തിലെ ഉത്രം കാവടി അങ്ങനെയാണ് ഇവിടെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ. ധാരാളം ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ എത്തിച്ചേരുന്നു. ആറങ്കാവ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭക്തരുടെ അനുഭവങ്ങൾ നമുക്കിനി കേൾക്കാം. എൻ്റെ വീട് ചാലക്കുടിയിലാണ്. ഞാനിവിടെ വിവാഹം കഴിച്ച് വന്നപ്പോൾ തൊട്ടാണ് ഈ ക്ഷേത്രത്തെ പറ്റി അറിഞ്ഞത്. വളരെ ബലസിദ്ധിയുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടുത്തെ മഞ്ഞപ്പട്ട് സമർപ്പിക്കലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത്.
എൻ്റെ ഭർത്താവിൻ്റെ ജോലിയുടെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഞാൻ ആ വഴിപാട് ചെയ്തു. ആ കാര്യം പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടി. വളരെ അനുഗ്രഹമുള്ളൊരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തെ പറ്റി കൂടുതൽ ആളുകളിലേക്ക് അറിഞ്ഞ് എല്ലാവരും ഇവിടേക്ക് എത്തട്ടെ എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ പ്രകൃതിയോട് വളരെ ഇണങ്ങിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പുഴയുടെ തീരത്താണ്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വളരെ സമാധാനം കിട്ടണതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇത് കൂടുതൽ ആൾക്കാർ അറിയട്ടെ, എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആറങ്കാവ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്താണ് എൻ്റെ വീട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പരീക്ഷ ദിവസങ്ങളിലായപ്പോലും എനിക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഇഷ്ടമാണ്. കാരണം എനിക്ക് പരീക്ഷയ്ക്ക് നല്ലവണ്ണം മാർക്ക് കിട്ടാറുണ്ട്. വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിലിരിക്കാറുണ്ട്. എനിക്ക് നല്ല വിശ്വാസമാണ് ഇവിടെ. ഞങ്ങൾ ഇത് ശ്രീകോവിൽ പൊളിച്ച് പണിയണു. അപ്പോൾ ഞങ്ങൾ ആശാരിമാരും ഞങ്ങൾ 4-5 പേര് സഹായികളുണ്ട്. ഈ സഹായികളുണ്ട്. ഈ മേൽക്കൂര പൊളിച്ചപ്പോൾ ഈ ചീവീടുകളും ആകെ പൊളിഞ്ഞ് ആകെ ഇതായിട്ട് കിടക്കാറുണ്ട്. ഇപ്പോൾ മേൽക്കൂര പൊളിച്ചപ്പോൾ ഈ കടന്നൽ കൂട്, ഈ നരിച്ചീറുകൾ ഇതൊക്കെ അങ്ങോട്ട് വന്നിട്ട് നമ്മൾ ആകെ അന്തം വിട്ടുപോയി. എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇത് നമുക്കറിയണ്ടായില്ല. അപ്പോൾ മൂത്താശാരി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, അതിൻ്റെ വഴിക്ക് പൊക്കോളും, ഒരിക്കലും നിങ്ങളതിനെ കടന്നൽക്കൂട് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഉള്ളിൽ പേടിച്ചു. പക്ഷേ ഈ പുള്ളിയുടെ ഈ അഭിപ്രായം കൊണ്ട് ആശാരിയുടെ സഹായിയും പറഞ്ഞു അത് കുഴപ്പമില്ലാതെ നമ്മൾ ഭഗവാനെ സഹായിച്ചോളും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആ കടന്നൽക്കൂട് നമ്മളൊന്നും ചെയ്തില്ല ആരും. സാധാരണ ഇതിൽ ഈ കടന്നൽക്കൂട് ഇളകിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളെന്തായാലും കൊത്തും, ഉറപ്പാണ്. പക്ഷേ നമ്മുടെ അനുഭവം കൊണ്ട് അന്ന് കൊത്തിയില്ല, അവരവരുടെ വഴിക്ക് പോയി. അതാണ് നമ്മളെ ഈ അമ്പലമായിട്ട് ഏറ്റവും അടുപ്പിക്കാനുള്ള സാഹചര്യം. എൻ്റെ പേര് ശ്രീഭദ്ര എന്നാണ്. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ കുഞ്ഞിലെ മുതൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇവിടെ വരണ ഒരാളാണ്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് പഠിച്ചതെല്ലാം ഓർത്തിരുന്ന് നന്നായിട്ട് എഴുതാനൊക്കെ സാധിക്കും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക അനുഗ്രഹം കിട്ടണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്, ഭയങ്കര ശാന്തതയൊക്കെ കിട്ടണ അനുഭവമാണ് എനിക്കിങ്ങനെ തോന്നാറുള്ളത്. ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല മനസ്സിനൊക്കെ ശാന്തമായിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടണ പോലെ തോന്നിയിട്ടുണ്ട്. ഇനി ആറങ്കാവ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് പറയാം. മകരമാസത്തിലെ ഉത്തര നക്ഷത്രത്തിൽ ഉത്തരകാവടി ഉത്സവമായിട്ടാണ് ഇവിടെ ആഘോഷിച്ചു വരുന്നത്. ആറങ്കാവ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം മകരമാസത്തിലെ ഉത്രം നാളിൽ അതിരാവിലെ നിർമാല്യത്തോടുകൂടി തുടങ്ങി അഭിഷേകം കഴിഞ്ഞ് വൈകുന്നേരം ഭസ്മകാവടി ഇവിടെ ഒരു 2.5 കിലോമീറ്റർ അപ്പുറമുള്ള ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന്, ചിറങ്കര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ഇവിടെ വന്ന് അവസാനിപ്പിക്കുന്ന ചടങ്ങോടുകൂടിയാണ്. ഇവിടെ വന്ന് ഭസ്മം അഭിഷേകം ചെയ്യുന്നു. ഈ കാവടി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം പ്രസാദൂട്ടോടുകൂടിയാണ് ഇവിടെ സമാപനം എന്നത്. ആ പ്രസാദൂട്ടിന് എല്ലാവരും സഹകരിച്ച് തന്നെ നല്ല രീതിയിൽ ഉത്സവം ആഘോഷിക്കുന്നു. പുരാതനമായിട്ട് നടക്കുന്ന ഈ ഉത്സവത്തിൽ ഓരോ വർഷം ചെല്ലുന്തോറും ജനങ്ങളുടെ പെരുമയും മഹാത്മ്യവും വർദ്ധിച്ചു വരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ശക്തിയിൽ എല്ലാവരും ആറാടി തിമിർത്തും അന്നത്തെ ഉത്സവം അതിഗംഭീരമായി കൊണ്ടാടുന്നു. ആറങ്കാവ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണ ചുമതല കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. എന്നാൽ തന്നെയും നാട്ടുകാരുടെ കമ്മിറ്റിയായ ക്ഷേത്ര ഉപദേശക സമിതിയുടെ സഹകരണവും ഇതോടൊപ്പമുണ്ട്. ഈ ക്ഷേത്ര ഉപദേശക സമിതി ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കായി അശ്രാന്ത പരിശ്രമത്തിലാണ്. ഏകദേശം 2020 കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ചെയ്തത്. 2020 കാലഘട്ടത്തിലെ കമ്മിറ്റി സ്ഥാനത്ത് എനിക്ക് വരാൻ സാധിക്കുകയും ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട അതായത് വിഗ്രഹത്തിൻ്റെ അപാകതകൾ പരിഹരിക്കാനും അതോടൊപ്പം തന്നെ ശ്രീകോവിൽ, മണ്ഡപം, തിടപ്പള്ളി ഇതെല്ലാം പുനരുദ്ധാരണ കർമ്മങ്ങൾ ചെയ്യാനും സാധിച്ചു. ഇനിയും ഈ ക്ഷേത്രത്തിൽ നിരവധി പുരോഗമന പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് അടിസ്ഥാന സൗകര്യമായ ടോയ്ലറ്റ് സൗകര്യം. അത് ഭക്തജനങ്ങൾ വരുമ്പോൾ അത് വളരെ ഏറെക്കുറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അഭിഷേകം എന്ന് പറയുന്നത് ഈ പുഴയിൽ നിന്നും ജലമെടുത്തിട്ടാണ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത്. പക്ഷേ അത് ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല.
ആ കടവിൻ്റെ ഒരു പുനരുദ്ധാരണം വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട വേറെ ഒന്ന് വരുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി. ആ വഴി സൗകര്യത്തിൽ ഒരു സൈഡ് മണ്ണെടുത്ത് പോയതുകൊണ്ട് ആ വഴി ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വഴി എങ്ങനെ ശരിയായ രീതിയിൽ പുനരുദ്ധാരണം നടത്തി ആ വഴി സംരക്ഷിച്ചില്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലേക്കുള്ളൊരു മാർഗം തന്നെ അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള കോമ്പൗണ്ട് വാള്, ഒരു ശാന്തിമഠം, ഒരു ബിൽഡിങ്ങിൻ്റെയും ഇവിടെ അടിസ്ഥാനപരമായിട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഊട്ടുപുര. ഇവിടെ വിശേഷ ദിവസങ്ങളിൽ പ്രസാദ ഊട്ട് പോലുള്ള ചടങ്ങുകൾ നടത്തുമ്പോൾ അതായത് പറമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇവിടെ ജാതിഭേദമന്യേ എല്ലാ വ്യക്തികളും ഈ പ്രസാദ ഊട്ടുള്ള അതുപോലെ ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. ആ സമയങ്ങളിൽ പറമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് പരിഹരിക്കുന്നതിനൊരു ഊട്ടുപുര വളരെ അത്യാവശ്യമാണ്. ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കലാപരിപാടി നടത്തുന്നതിനൊക്കെ വേണ്ടി ഒരു ഓഡിറ്റോറിയം, അതും ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമായതുകൊണ്ട് ദേവസ്വം ബോർഡിന് ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടികളുണ്ടായിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ വളരെയധികം അപാകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ഇവിടുത്തെ നാട്ടുകാരുടെയും മറ്റുള്ള ആളുകളുടെയും സംഭാവന പിരിച്ചിട്ടാണ് ഇവിടുത്തെ ഓരോ ഉത്സവങ്ങളും നമ്മൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ തുടർന്നുള്ള പുരോഗതിക്കായിട്ട് നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും ഭക്തജന വിശ്വാസികളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പെരിയാറിൻ്റെ തീരത്ത് അതിമനോഹരമായ ഈ ആറങ്കാവ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വാണരുളുന്ന ശ്രീ സുബ്രഹ്മണ്യൻ ഈ നാടിൻ്റെയും പെരിയാർ നദിയുടെയും സംരക്ഷകനായി ഇവിടെ നിലയുറപ്പിച്ചു നിൽക്കുമ്പോൾ ഈ മുരുകനോടൊപ്പം ഈ പെരിയാറിൻ്റെ തീരത്ത് സർവ്വദേവാദിദേവന്മാരുടെയും ശക്തിയും സാന്നിധ്യവും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാലമുരുകനെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തനും ഈ പ്രകൃതിയുടെയും ഈ ദേവാദിദേവന്മാരുടെയും അനുഗ്രഹവും ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആയതിനാൽ ഈ ആറങ്കാവ് ശ്രീമുരുകൻ്റെയും സർവ്വദേവാദിദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുവാൻ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് നിങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആറങ്കാവ് ശ്രീമുരുകൻ്റെയും മറ്റു ദേവാദിദേവന്മാരുടെയും സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി